ഹലോ. ജനറൽ ഇലക്ഷൻ 2025 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോളിംഗ് ഓഫീസർമാരിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ചുമതല എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിസൈഡിംഗ് ഓഫീസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഓഫീസറാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. ഒന്നാം പോളിംഗ് ഓഫീസർ അഥവാ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേത് ഇൻചാർജ് ഓഫ് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോൾ അഥവാ വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയുടെ ചുമതല. 2, വെരിഫൈ ദ ഐഡൻറ്റിറ്റി ഓഫ് ഇലക്ടേഴ്സ്, തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് വോട്ടർമാരെ തിരിച്ചറിയുക. വോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന പൊതുവെയുള്ള തിരിച്ചറിയൽ രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായ നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അതിലൊന്ന് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അഥവാ എപ്പിക് കാർഡ്. 2, പാസ്പോർട്ട്. 3-ാമത്തേത് ഡ്രൈവിംഗ് ലൈസൻസ്. 4-ാമത്തേത് ആധാർ കാർഡ്. 5, പാൻ കാർഡ്. 6, ഫോട്ടോ പതിച്ചുള്ള SSLC ബുക്ക്. 7, ദേശസാൽകൃത ബാങ്കുകൾ തെരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസം മുമ്പ് നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്. 8, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ. 9, ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്ന മറ്റെന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അതായാലും ഒരു ഇലക്ടർക്ക്, ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയിൽ 3-ാമത്തേത് റീഡിംഗ് ഔട്ട് സീരിയൽ നമ്പർ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഇലക്ടർ. വോട്ടറുടെ ക്രമനമ്പറും പേരും ക്രമനമ്പർ വരുന്ന പേജ് നമ്പറും 2-ാം പോളിംഗ് ഓഫീസറും പോളിംഗ് ഏജൻറ്റുമാരും കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ വിളിച്ചു പറയണം. വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയിൽ പുരുഷ വോട്ടർമാരാണെങ്കിൽ വോട്ടറെ സംബന്ധിക്കുന്ന ഭാഗം ഇടത് താഴെ കോണിൽ നിന്ന് മുകളിലേക്ക് വലത് മുകൾ ഭാഗത്തേക്ക് കോണ് വരെ കുറുകെ വരയ്ക്കേണ്ടതാണ്. സ്ത്രീ വോട്ടർമാരാണെങ്കിൽ കുറുകെ വരയ്ക്കുന്നതിന് കൂടാതെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പറിന് ചുറ്റും വൃത്തം കൂടി വരയ്ക്കേണ്ടതുണ്ട്. ഇനി ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണെങ്കിൽ ക്രമനമ്പറിന് സമീപം T എന്ന് രേഖപ്പെടുത്തിയാൽ മതിയാകും. അതോടൊപ്പം തന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ മെയിൽ ഫീമെയിൽ വോട്ടർമാരുടെ എണ്ണം അറിയുന്നതിന് വേണ്ടി നമ്പർ ഇട്ട് വെച്ചിട്ടുള്ള പേപ്പറിൽ യഥാക്രമം എണ്ണം വെട്ടി കൃത്യമായി മുന്നോട്ട് പോവേണ്ടതാണ്. വോട്ട് ചെയ്തിട്ടുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം കണക്കാക്കി പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതും 1-ാം പോളിംഗ് ഓഫീസറാണ്. ആയതുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനമാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. ഓക്കെ, താങ്ക് യു.